ഇദ്ദേഹത്തിന്റെ പിറകിൽ കാണുന്ന ഈ ആംബുലൻസ് ഉണ്ടോ? ഈ ആംബുലൻസിന് പ്രത്യേകത ഉണ്ട്. ഈ നാട്ടില് ആകെ കൂടിയുള്ള ഒരു ഡീസൽ വണ്ടി ഈ ആംബുലൻസ് ആണ്. ഒരു ആംബുലൻസ് മാത്രമുള്ള ഒരു നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ ബാക്കിയുള്ളത് ഇതേമാതിരി കുതിരകളാണ്. ഇവിടെ എല്ലാവരും കുതിരപ്പുറത്തും അല്ലെങ്കിൽ കാൽനടയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റമുണ്ട്. ഒരു തരി ടാർ ചെയ്യാത്ത റോഡാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിലത്ത് മുഴുവൻ കളിമണ്ണിന്റെ കട്ടകൾ പതിച്ചിരിക്കുകയാണ്. അത് കുതിരകളുടെ നടത്തം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. കാറുകളോ ബൈക്കോ ഒന്നും ഇവിടെ ഇല്ല. ആകെ കൂടിയൊരു ആംബുലൻസ്. അതെന്തെങ്കിലും ഒരു അത്യാവശ്യം ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഈ ആംബുലൻസ് പോവാനും വരാനൊക്കെ വഴിയുണ്ട്. ഒരു ഹിൽ സ്റ്റേഷനാണ്, മാതേരൻ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലാണുള്ളത്. ഇന്ന് ട്രാവൽ ഗുനിയയിൽ നമ്മൾ കാണാൻ പോകുന്നത് മാതേരനിലെ കാഴ്ചകളാണ്. വാഹനങ്ങളുടെ ഹോണടിയും ശബ്ദവും പുകയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ ടൗണിൽ കൂടെ ആകെ കേൾക്കാനുള്ളത് ഈ കുതിരയുടെ കൊളമ്പടി ശബ്ദമാണ്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇവിടുത്തെ ഒരു ടോയ് ട്രെയിൻ ആണ്. നമുക്ക് താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് ടോയ് ട്രെയിനിൽ കയറി വരാം. അത് ഓരോ 3/4 മണിക്കൂറിലേക്കും സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. ചെറിയ ട്രെയിനാണ്. അത് നമുക്ക് ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ട്രെയിനാണ്. ഒരുപാട് കാലമായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിലേക്ക് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മാതേരനിൽ ചെയ്യുന്നുണ്ട്. ഈ ഓടുന്നത് ഒരു ഇലക്ട്രിക് ഓട്ടോ ആണ്. ഇങ്ങനത്തെ 5-10 ഓട്ടോ ഉണ്ട്. ആകെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് മാതേരയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഓട്ടോയാണ്. അല്ലാതെ ആൾക്കാർ ഇങ്ങനെ തലച്ചമടായിട്ട് സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോവുക, എന്ത് വേണമെങ്കിലും ഗ്യാസ് സിലിണ്ടർ വരെ ഇതേപോലെ തലച്ചമടായിട്ടാണ് ആൾക്കാർ എടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ നല്ല അധ്വാനശീലരാണ്. വാഹനങ്ങളുടെയൊക്കെ സൗകര്യം ഇല്ലെങ്കിലും എങ്ങനെ ജീവിക്കണം എന്ന് ഇവര് നമുക്ക് കാണിച്ചു തരും. വാഹനങ്ങളില്ലാന്ന് കരുതി ഇതൊരു ഓണം കയറാൻ മൂലയാണ് അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഇത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമ്മൾ പൂനെയുടെ ഒക്കെ അടുത്തുനിന്ന്, പൂനെയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ഒക്കെ മാത്രം അകലെ മാത്രമുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ എൻ്റെ പിറകിൽ നിങ്ങൾ കാണുന്നത് ഒരു ട്രാൻസ്ഫോമർ സിസ്റ്റമാണ്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഭൂഗർഭമായിട്ടാണ് ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ്. മാതേരയിൽ ഒരൊറ്റ സ്ഥലത്ത് നമുക്ക് ഇലക്ട്രിക് കേബിളുകൾ കാണാൻ പറ്റില്ല. മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് മരങ്ങളുണ്ട്. ഈ മരങ്ങളിലൊക്കെ കുരങ്ങന്മാരുണ്ട്. ഈ കുരങ്ങന്മാരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവർ ചെയ്തൊരു കാര്യമാണ് കേബിൾ മുഴുവൻ, ഇലക്ട്രിക് കേബിൾ മുഴുവൻ മണ്ണിന്റെ അടിയിൽ കൂടെ, റോഡിന്റെ അടിയിൽ കൂടെ ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കുതിരകൾക്കൊക്കെ നല്ല ആരോഗ്യം കേട്ടോ. നമ്മൾ ഊട്ടിയിലൊന്നും കാണുന്ന കുതിരനെ പോലെയല്ല. ഇവിടെ നല്ല വൃത്തിയുണ്ട്, നല്ല ഉയരമുണ്ട്. ഈ കുതിരക്കൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ കുതിരേനൊക്കെ ഇവർ കൊണ്ട് നടക്കുന്നത്. നല്ല ഹൈ ബ്രീഡ് ഇനത്തിൽപ്പെട്ട കുതിരയാണ്. ഇവിടുത്തെ മനുഷ്യന്മാർ ജീവിക്കുന്നത് ടൂറിസ്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പ്രായമായ ആൾക്കാർക്കൊക്കെ കയറ്റൊക്കെ കയറി പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ വണ്ടിയിൽ ഇവരെ തള്ളിക്കൊണ്ടാവും. തള്ളിയും വലിച്ചിട്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. നടക്കുക അല്ലാതെ കുതിരപ്പുറത്ത് പോവല്ലാതെ വേറൊരു കാര്യം ചിന്തിക്കാനില്ല. ഇലക്ട്രിക് ഓട്ടോ ഉള്ളത് ഇവിടുന്ന് പുറത്തേക്ക് പോകാനും പുറമേ നിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനും മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള വഴികളിൽ ഓട്ടോ പോലും ഓടില്ല. അപ്പോൾ നമുക്ക് തന്നെ കുറേ നടക്കാനുണ്ട്. ഒരുപാട് നടക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടിയായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ആൾക്കാർ പറയുന്നത് നമ്മൾ എത്ര നടന്നാലും ക്ഷീണിക്കില്ല എന്നാണ്. ഒന്ന് നടന്നു നോക്കാം എന്താ അവസ്ഥ. എറണാകുളം പൂനെ എക്സ്പ്രസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. ഏകദേശം ഒരു 24 മണിക്കൂർ ട്രെയിനിലിരിക്കണം നാട്ടിൽ നിന്ന് ഇവിടെ പൂനെ പൻവേലിലെത്താൻ. പൻവേലിൽ ഇറങ്ങിയാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഷെയർ ടാക്സികൾ കിട്ടും. പൂനെ എക്സ്പ്രസ് അതിരാവിലെ ഒരു 3 മണിയാവുന്ന സമയത്ത് പൻവേലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് കുറച്ച് ചിലവ് കൂടുതലാണ്. ഒരു 4-5 ആൾക്കാർ ഒരു ടീമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഷെയർ ടാക്സി ഒക്കെ എടുത്തിട്ട് ടാക്സി ഷെയർ ചെയ്ത് വരാം. ഇവിടേക്ക് ടാക്സി വരില്ല. ഈ താഴ്വര വരെ, മാതേരന്റെ താഴ്വര വരെ മാത്രമേ ടാക്സി വരുള്ളൂ. അവിടെ നിന്ന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ടാക്സി, ഇവിടേക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ടാക്സി ഉണ്ട്. ആ ടാക്സിയിൽ കയറി വരണം. അത് 500 രൂപയാണ് നമുക്കൊരു ടാക്സിക്കുള്ളൂ. പിന്നെ ബാക്കി നടക്കണം, കാൽനടയായിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് ടോയ് ട്രെയിനിൽ കയറാം. അത് പക്ഷെ എപ്പോഴും ടിക്കറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. നല്ല തിരക്കാണ് ടോയ് ട്രെയിനിൽ കയറാൻ. അപ്പോൾ നടന്നു വരിക എന്നുള്ളതിന് തയ്യാറായിട്ടുള്ള ആൾക്കാർ മാതേരനിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതി. ഈ മരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ പൊള്ളയാണ്. അതിന്റെ കാതൽ കഴിഞ്ഞു. ഇത്രയും വർഷം പഴക്കമാകുന്ന സമയത്ത് മാത്രമാണ് മരങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക. ഇതേപോലെ 100 വർഷത്തിലധികം പഴക്കമുള്ള പല സസ്യങ്ങളും അടങ്ങുന്ന ഒരു കാടാണ് മാതേരനിൽ മൊത്തമായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഇതേപോലെ പലതരത്തിലുള്ള റിസോർട്ടുകളാണ്. ഒരു ഭാഗത്ത് മുഴുവൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ധാരാളം റിസോർട്ടുകളുണ്ട്. ഓരോ ബൗണ്ടറി കഴിയുമ്പോഴും പുതിയ പുതിയ റിസോർട്ടുകൾ നമുക്ക് കാണാം. അവിടെയൊക്കെ നിറച്ചും ടൂറിസ്റ്റുകളാണ്.
അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലമാണ് മാതേരനിലേക്ക് എന്താ പറയുക, നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഇവർ ഒരുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് സംശയമാണ്. വാഹനങ്ങളില്ലാത്ത, പുകയില്ലാത്ത, ടാറില്ലാത്തൊരു സ്ഥലം. ആ സ്ഥലത്ത് വന്ന് കുറച്ച് ദിവസം ചെലവഴിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വാഹനങ്ങളില്ലാന്ന് മാത്രമല്ല, നല്ല രീതിയിൽ പച്ചിപ്പുണ്ട്, ഗ്രീനറി ഉണ്ട്. ഈ പച്ചിപ്പും ഗ്രീനറിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് മാതരനിലേക്കുള്ള വാഹനങ്ങൾ നിരോധിച്ചത്. 1980 ശേഷമാണ് ഈ വാഹനങ്ങൾ ഇങ്ങോട്ട് നിരോധിച്ചത്. പക്ഷെ 80 ശേഷമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കാറും മോട്ടോർ ബൈക്കൊക്കെ വ്യാപകമായത്. അപ്പൊ അതിന് മുന്നേ ഇവിടെ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വാഹനങ്ങൾ പെരുകിയപ്പോൾ മാതേരൻ അതിന്റെ പഴയ ആ പ്രതാപം, കുതിരവണ്ടികളെയൊക്കെ നിലനിർത്തി അങ്ങോട്ട് കൊണ്ടുവന്നത് തുടർന്നു. നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടം കണ്ടപ്പോൾ അങ്ങോട്ട് കയറുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടം പോലെയാണ്, ആരും ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെട്ട പോലെയാണ് കാണുന്നത്. ഇതുപോലെ ധാരാളം പുരാതനമായിട്ടുള്ള നിർമ്മിതികളാണ് മാതേരനിലുള്ളത് കേട്ടോ. വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ പണ്ട് കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള കെട്ടിടം. ഇതിന് കോൺക്രീറ്റ് ഒന്നുമല്ല റൂഫിന് ഉപയോഗിച്ചിട്ടുള്ള ഓട് ഷീറ്റൊക്കെയാണ്. പിന്നെ ചില്ലിന്റെ ഒരു വാതിലും ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങളിൽ പണിത ഒരു ഗംഭീരമായിട്ടുള്ള കോമ്പൗണ്ടിൽ നമുക്ക് ഇതേപോലെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ. ഇതാണ് മൊത്തത്തിൽ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും മാതേരനിൽ കിട്ടുന്ന ആ ഒരു അന്തരീക്ഷം. ഇവിടെ ആരും മരം മുറിക്കുകയോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മരം അധികം ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഏകദേശം ഉച്ച സമയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എപ്പോഴും ഒരു ഇരുട്ട് മൂടിയ പോലെയാണ്. തീരെ വെളിച്ചം താഴേക്ക് വീഴുന്നില്ല. അത്ര അധികം മരങ്ങളുടെ ഒരു ഡെൻസിറ്റി ഇവിടെ ഉണ്ട്. ഷോപ്പിങ്ങിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെയും നല്ല ഒരു കളക്ഷൻ ഉണ്ട്. ഒരുപാട് ലെതർ ഗുഡ്സും മരം അതേപോലെ ലെതർ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ഇവിടെ നാട്ടിൽ തന്നെ ഇവർ ഈ മാതേരനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പല കാര്യങ്ങളാണ് ഇവിടെ ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ പല കടകളിലും പോകുമ്പോൾ ചൈനീസ് പ്രൊഡക്റ്റുകളാണ് സ്ഥലങ്ങളിൽ ടൂറിസ്റ്റുകൾ വാങ്ങാൻ വേണ്ടി കിട്ടുന്നത്. പക്ഷെ മാതേരനിൽ കുറെ തനതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അവിടെ മാതേരന്റെ ഒരു മാപ്പ് കാണുന്നുണ്ട്. ഇതാണ് മാതേരനിൽ കാണാനുള്ള സ്പോട്ടുകൾ. 44 സ്പോട്ടുകളാണ് ഇവിടെ കാണാനുള്ളതെന്നാണ് പറയുന്നത്. 44 സ്പോട്ടുകളിലേക്കും നമ്മൾ നടന്നു പോകണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം. ആ ചേച്ചി ഒരു സ്റ്റേജിന്റെ മുകളിൽ കയറി നിൽക്കണം. എന്തിനാന്ന് മനസ്സിലായോ? ആ സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് മുകളിൽ എത്തി നിൽക്കണം. എന്നിട്ട് ഇതിന്റെ അടുത്തേക്ക് കുതിര വന്ന് നിൽക്കും. അപ്പൊ നമ്മൾ ആ കുതിരപ്പുറത്തേക്ക് കയറാം. കുതിരപ്പുറത്ത് കയറാനുള്ള പ്ലാറ്റ്ഫോമാണ്. ഇതാ ഇവിടെ ഓരോ ഡെസ്റ്റിനേഷനിലേക്കൊക്കെയുള്ള സൈൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവമേ, 3.6 കിലോമീറ്റർ, 3 കിലോമീറ്റർ. നമ്മൾ നടന്ന് വന്ന വഴി ഏകദേശം കഴിഞ്ഞു. അവിടേക്ക് ഇനി പോകാനുള്ളത് ഒരു കാട്ടുവഴിയാണ്. ഇങ്ങോട്ടേക്ക് പേയ്മെന്റ്സ് ഒന്നുമില്ല, നല്ല കട്ട റോഡാണ്, മണ്ണാണ് ഇവിടെ ഉള്ളത്. പക്ഷെ കുതിരകൾക്ക് പോകാൻ എന്തൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. കുതിരയ്ക്ക് എന്താ, വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മളുടെ നാട്ടിലെ മാതിരി ശരിക്കും ഇതൊരു ഓഫ് റോഡ് റോഡാണെന്നൊക്കെ നമുക്ക് പറയാം. കുതിരയ്ക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നടത്തത്തിന് പറ്റിയൊരു വഴിയാണ്. അവർ ഇതിനെ കുറിച്ചൊന്നും വറീഡ് അല്ല. ഈ കല്ലൊന്നും കുതിരയെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റർ അല്ല. വല്ലാത്തൊരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ. കാടിന്റെ ഉള്ളിൽ ആ ചീവീടിന്റെ ഒച്ച മാത്രമാണ് കേൾക്കാനുള്ളത്. ഇവിടേക്ക് എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി ഇരുണ്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയ സ്ഥലത്ത് മാത്രം സൂര്യപ്രകാശം ഇങ്ങനെ ഭൂമിയിലേക്ക് വീഴുന്നുള്ളൂ. ഇവിടെ ഓരോ സ്പോട്ടിനും ഓരോ പേരുകൾ ഇട്ടിട്ട് നമുക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു വീടോ റിസോർട്ടോ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള വഴിയാണ്. ബെല്ല വിസ്റ്റ ആണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഉള്ളിലേക്ക് താമസിക്കുന്നുണ്ട് ആൾക്കാർ. അവർ എന്താ പറയുക, പേയിങ് ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടൂറിസം പർപ്പസിന് വേണ്ടി കാടിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക. രസമായ ട്രക്കിങ്ങിൻ്റെ ഒരു ഹബ്ബാണ് കേട്ടോ അത്. ഇവിടെ വീണ് കിടക്കുന്ന മരങ്ങൾ പോലും ഇവർ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കൃത്യം കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുന്ന സമയത്തുള്ള അതേ പോളിസിയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇത് കാട്ടിലെ ഒരു സ്വാഭാവികത പരമാവധി നിലനിർത്തിയിട്ട് ഇത് യുനെസ്കോൻ്റെയൊക്കെ പൈതൃക പട്ടികയിൽ വരെ ഇടം പിടിച്ചിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഗ്രാമം എന്നാണോ കാട് എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് പിടിച്ചിട്ടോ ഈ സ്ഥലം. അയ്യോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരട്ടാ. ഈ മരത്തിൻ്റെ വളവ് കൊണ്ട് തിരിഞ്ഞുണ്ടല്ലോ, ഇവിടെ നമുക്ക് കാണാനുള്ളത് വലിയൊരു കെട്ടിടമാണ്.
ഇത് എന്താ പണ്ടത്തെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വല്ല ബംഗ്ലാവോ എന്നുണ്ടെങ്കിൽ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ശരിക്കും ആരെങ്കിലും ജീവിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഒരു വീടാണ്, വീട് എന്നുള്ള വാക്ക് തന്നെ ചേരില്ല, വലിയൊരു ബംഗ്ലാവാണ്. അടിപൊളി, എന്താ ഒരു ലുക്ക്, ഭയങ്കര വിൻറ്റേജ് ഫീലാണ്. നല്ല രീതിയിൽ മുറ്റൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പെർമിഷൻ ഇല്ലാതെ പോകാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ മെല്ലെ തിരിച്ച് നടക്കുകയാണ്. നമ്മൾ നടക്കുന്ന വഴിയിൽ ഓരോ അത്ഭുതങ്ങളും ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി വീഴാണ്. നമ്മൾ ഇതേമാതിരി ഇത്രയും വലിയൊരു വീട് നമ്മളെ നാട്ടിലാണെങ്കിൽ അങ്ങോട്ടേക്ക് ടാറിട്ട റോഡ് തന്നെ ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ കറണ്ട് ഉണ്ട് കേട്ടോ, ഇലക്ട്രിസിറ്റി സപ്ലൈ ഉള്ള സ്ഥലമാണ്. അതിൻ്റെ ഇതൊക്കെയാണ് കാണുന്നത്. പക്ഷേ കേബിള് അണ്ടർഗ്രൗണ്ട് ആയിട്ട് പിന്നെ പൈപ്പ് വഴി, ഒരു പക്ഷേ ഇതേപോലത്തെ പൈപ്പുകളൊക്കെ ആയിരിക്കും അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുക. പിന്നെ സോളാറിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഇവിടെ വെളിച്ചം തരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ എങ്ങോട്ടായി പോകണമെന്നോ എന്തിനാ പോകണമെന്നോ മറ്റേ എത്തും പിടിയും കിട്ടുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് കുരങ്ങന്മാരുണ്ട്. അയ്യോ, ഒരു കുരങ്ങൻകുട്ടി ഏതാ ഇവിടെ നാട്ടുകാർ ചെയ്യുന്നൊരു വൃത്തികെട്ട പരിപാടി. ഇവിടെ ടൂറിസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഫ്രൂട്ടിയുടെയൊക്കെ വേസ്റ്റ് ബോട്ടിൽ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. ഈ കുരങ്ങനൊക്കെ അതൊക്കെ കുത്തി പൊട്ടിച്ച് കുടിക്കാനും തിന്നാനൊക്കെ നോക്കുന്നുണ്ട്. ഈ മനുഷ്യന്മാർ ഇവിടെ വന്നിട്ട് ഈ കാട്ടിലുള്ള ജീവികളെ ശരിക്കും പറയുകയാണെങ്കിൽ ഉപദ്രവിക്കാൻ തന്നെ പറയാം. ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പരമാവധി എക്കോ ഫ്രണ്ട്ലി ആയിട്ടോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സിമെന്റിന്റെ ഉപയോഗം വളരെ കുറച്ചിട്ട് കളിമണ്ണിന്റെ കട്ടകളാണ് ഇവിടെ നിലത്ത് പാക്കിയിട്ടുള്ളത്. ഇതിലേ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് കുതിരകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു ഒരു ചെറിയ കുളം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുതിരകൾ 1-2 അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. കുതിരയ്ക്ക് വെള്ളം കൊടുക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും. അതായത് നല്ല വൃത്തിയുള്ള തെളിഞ്ഞ ഒരു കുളമാണ്. കുതിര കുടിക്കുന്ന വെള്ളമാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്താ രസം ഈ കുതിരേനെ നോക്കി, വെളുത്ത ഒരു വീരു എന്നാണ് ഇതിന്റെ പേര്. തുഫാൻ എന്താലേ, കുതിര വെള്ളം കുടിക്കാൻ വന്നാണ്. ഈ കുളത്തിൽ നിന്നാണ് വെള്ളം കുടിച്ചിട്ട് പോകുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള നീരുറവ പോലെ തോന്നുന്നുണ്ട്. കാരണം ചുറ്റിലുള്ളത് പാറകളാണ്. പാറയുടെ ഓരത്തുനിന്നൊക്കെ ഉറവ പൊട്ടി ഒലിക്കുന്നുണ്ട്. എന്നാലും മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം ഇതിൽ ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഏകദേശം നമുക്ക് അടി കാണാം. കുതിരയ്ക്ക് ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചു പോകാനുള്ളൊരു ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഈ കുതിരകൾ വെള്ളം കുടിച്ചിട്ട് വിശ്രമിച്ച് നിൽക്കുകയാണ്. പാവം കുതിരകൾ ആൾക്കാരെയൊക്കെ ചുമടെടുത്ത് നടന്ന് ക്ഷീണിച്ച് തളർന്നിതാ വെള്ളം കുടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് കുതിരകളുള്ള ഒരു നാടാണ്. 100 കണക്കിന് കുതിരകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ വെള്ളം കുടിച്ച ആൾക്കാർ ഇതേ വീരും ഒക്കെ ആണ്ട് തിരിച്ച് പോവുകയാണ്. ചേട്ടാ, പുതിയ ആൾക്കാർ ഇതാ വെള്ളം കുടിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. എത്ര ആൾക്കാർ കുടിച്ചു കഴിഞ്ഞാലും വെള്ളം തീരില്ല. വെള്ളം ഇവര് കുതിരയ്ക്ക് കൊടുക്കുന്നത് ബക്കറ്റിൽ മുക്കിയെടുത്തിട്ടാട്ടോ. കാരണം എന്താ വെച്ചാൽ കുതിര ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുതിരയ്ക്ക് വെള്ളം ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളം കണ്ടാൽ നിൽക്കുന്ന കുതിര എന്നാണല്ലോ നമ്മളെ പഴഞ്ചൊല്ലുള്ളത്. അപ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടി ഇതാ ബക്കറ്റിൽ വെള്ളം എടുത്ത് കൊണ്ടേ കൊടുക്കാൻ. അതിന് ആ കയറൊക്കെ ഊരി കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട്. യെസ്, അതാ വെള്ളം കുടിക്കുന്ന പാവം. കുടിച്ചോട്ടെ. തല്ലുകൂടണ്ട, 2 ആളും കൂടി തല്ലുകൂടാതെ കുടിക്കേ. ഒരാൾക്ക് കുടിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ബക്കറ്റിൽ. മതിയോടാ, നല്ല ദാഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരു ടെമ്പറേച്ചർ പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇവിടെ ഉള്ളൂ കേട്ടോ. മാത്തേരനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പലതരത്തിലുള്ള വെറൈറ്റി കാഴ്ചകളാണ് കാണാനുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 ദിവസം ഇവിടെ വന്ന് താമസിച്ച് കാണാൻ മാത്രം അത്രയും കുഞ്ഞു സ്പോട്ടുകളാണ്. ഓരോ സ്പോട്ടും കിലോമീറ്ററുകൾ അപ്പുറത്താണ്. അങ്ങോട്ടൊക്കെ നടന്ന് പോവും വേണം എന്നുള്ളത് ഓർമ്മിച്ചിട്ട് നിങ്ങൾ വരിക. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കുറച്ച് കാശ് ചിലവാക്കിയാൽ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ നിങ്ങളെ തള്ളിക്കൊണ്ടുവന്ന വണ്ടിയിലോ വന്നിട്ട് നിങ്ങൾക്ക് മാതേരൻ എക്സ്പ്ലോർ ചെയ്യാം. നല്ല ഒരു കാലാവസ്ഥ, നല്ല ശുദ്ധവായു, പിന്നെ ശാന്തി സമാധാനം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. മാതേരൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ട്രാവൽ ഗുനിയയിൽ കാണാം. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ. ബൈ.